അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഷാബാൻ 15 നമുക്കറിയാം ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ്. എന്നാൽ ഈ രാത്രിയിൽ 3 യാസീൻ ഓതണം. ആ യാസീൻ ഓതുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് എന്നുള്ള വിഷയം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. എന്നാൽ ഇങ്ങനെ യാസീൻ ഓതാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ സമയത്ത് ചൊല്ലാൻ പറ്റുക, അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറയാം. യാസീൻ ഓതേണ്ട സമയം എപ്പോഴാണെന്നുള്ളതും ഈ വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇതിനെല്ലാം പുറമെ ഒരാൾ യാസീൻ ഓതുന്നതിനപ്പുറത്ത് അയാൾ ഓതേണ്ട സൂറത്ത് ഏതാണ്, ഈ വിശുദ്ധമായ രാവിൽ അയാൾ ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ പുണ്യങ്ങളുള്ള ഒരു രാത്രിയാണ് വിശുദ്ധമായ ഷാബാൻ 15 രാത്രി. അതുകൊണ്ട് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും. ഇത് കാണുന്ന എല്ലാവരും മറ്റുള്ള ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യുക, സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം വിശുദ്ധമായി ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു രാവാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവ് എന്ന് വെച്ചാൽ ഷാബാൻ 15 രാവാണ്. ഷാബാൻ 15 രാവ് എന്ന് വെച്ചാൽ ഷാബാൻ 14 അസ്തമിച്ച രാത്രിയാണ് യഥാർത്ഥത്തിൽ ഷാബാൻ 15 രാവ്. അതാണ് ബറാഅത്ത് രാവ്. ആ രാത്രി, അതായത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 3 യാസീൻ ഓതുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട്. മഗ്‌രിബ് ഇശായിൻ്റെ ഇടയിലായിട്ടാണ് ഈ യാസീൻ നമ്മൾ ഓതേണ്ടത്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇശായിന് മുമ്പായിട്ട്, അതായത് മഗ്‌രിബ് ഇശായിൻ്റെ ഇടയിലായിട്ടാണ് 3 യാസീൻ നമ്മൾ ഓതേണ്ടത്. മാത്രമല്ല ഈ യാസീൻ ഓതുമ്പോൾ നമ്മളൊരു യാസീൻ കഴിഞ്ഞ് മറ്റു സംസാരങ്ങൾ നേർപ്പെടാതെ തന്നെ അടുത്ത യാസീനിൽ പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാസീൻ ഓതേണ്ട സമയം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ്. മഗ്‌രിബ് ഇശായിൻ്റെ ഇടയിലായിട്ടാണ് 3 യാസീൻ ഓതേണ്ടത്. ഒരാൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തുടങ്ങി ഇശായി ബാങ്കിന് മുമ്പ് അയാൾക്ക് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും തുടർന്ന് അങ്ങോട്ടും അയാൾ ഓതിക്കൊണ്ടിരിക്കുക. ഏതായാലും 3 യാസീൻ അയാൾ പ്രത്യേകം ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴാണ് ഓതേണ്ടത്? ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ടാണ് ഈ 3 യാസീനുകൾ അവൻ ഓതേണ്ടത്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ഞാൻ ഇങ്ങനെ യാസീൻ ഓതാൻ പറ്റാത്ത ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കാം. അതിനു മുമ്പ് ഇങ്ങനെ 3 യാസീൻ ഓതുമ്പോൾ ഒന്നാമത്തെ യാസീൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രത്യേകം കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തുമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് എത്ര സമയം ജീവിക്കാൻ ഇവിടെ അവസരം കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം, അയാളുടെ ആരോഗ്യനില എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീർഘായുസ്സും ആഫിയത്തും, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തും പ്രത്യേകം കരുതിക്കൊണ്ടാണ് ബറാഅത്തിൻ്റെ രാവ് ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. എന്താണ് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ കരുതേണ്ടത്? നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തുമാണ് ഒന്നാമത്തെ യാസീനിൽ നമ്മൾ കരുതേണ്ടത്. രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത്, ശ്രദ്ധിക്കുക, ഭക്ഷണപാനീയങ്ങളിലെ ബർക്കത്താണ്. അതായത് നമുക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം നല്ല രൂപത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രൂപത്തിൽ ഭക്ഷണം ലഭ്യമാകണം, പാനീയങ്ങൾ ലഭ്യമാകണം. അതേപോലെ തന്നെ അത് നല്ല ഹലാലായ അനുവദനീയമായ ഭക്ഷണമായിരിക്കണം. ഹറാം കലർപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള ഒരു തൗഫീക്ക് വേണം. അതൊക്കെയാണ് ഭക്ഷണപാനീയങ്ങളിലെ ബർക്കത്തുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ യാസീൻ ഒരാൾ ഓതേണ്ടത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഭക്ഷണപാനീയങ്ങളിലെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ തുടക്കത്തിൽ നമ്മൾ കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തുമാണ്. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ഭക്ഷണപാനീയങ്ങളിലുള്ള ബർക്കത്തിനു വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതുമ്പോൾ കരുതേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം കരുതേണ്ടത് അവസാനം നന്നാകലിനെയാണ്. അതായത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം, അവസാനം നന്നാവുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്, ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു.
അങ്ങനെ ജീവിച്ച് കുറച്ച് വർഷങ്ങൾ, അതൊരു എവറേജ്, ഒരു ശരാശരി 60-70 വർഷങ്ങൾ ജീവിച്ചെന്ന് വെക്കാം. അങ്ങനെ ജീവിച്ചാലും അവസാനം നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ പോലും അവസാനം ഒരാൾ ഈമാനില്ലാതെ മരണപ്പെടേണ്ടി വന്ന ഒരു വളരെ പ്രയാസകരമായൊരവസ്ഥ അയാളിലേക്ക് എത്തിപ്പെട്ടാൽ അത് വലിയ പ്രയാസമാണ്. കാരണം വെച്ചാൽ ഇവിടെ മുഅ്മിനായി ജീവിച്ചിട്ട് പോലും ഒരിക്കലും അവസാനിക്കാത്ത പാരത്രിക ലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹുസ്നുൽ ഖാത്തിമ, അതായത് അന്ത്യം നന്നായി മരിക്കുക എന്നുള്ളതാണ്. ഈമാൻ സലാമത്താവുക എന്നുള്ളതൊക്കെ നമ്മൾ പദപ്രയോഗം നടത്തും. ഏതായാലും നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് നല്ല കലിമത്ത് ഉച്ചരിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് വേണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ അവസാനം നന്നായി മരിക്കാൻ വേണ്ടിയിട്ടാണ് 3ാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. തൻ്റെയും കുടുംബത്തിൻ്റെയും ആയുസ്സിലും അതേപോലെ തന്നെ ആഫിയത്തും, ആയുസ്സും ആഫിയത്തും, ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ ലഭ്യമാകാൻ വേണ്ടിയാണ് 1ാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. റിസ്കിൽ ബർക്കത്തുണ്ടാവാൻ, ഭക്ഷണപാനീയങ്ങൾ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. അതുപോലെ ഹുസ്നുൽ ഖാത്തിമ, അന്ത്യം നന്നാകാൻ, നല്ല മരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് 3ാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ യാസീൻ ഓതേണ്ടത്. ഇനി മാത്രമല്ല, ഇങ്ങനെ യാസീൻ ഓതി കഴിഞ്ഞാൽ, 3 യാസീൻ ഓതി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇത് കഴിഞ്ഞാൽ വിശുദ്ധമായ ഈ ബറാഅത്തിന്റെ രാവ് ഓതൽ പ്രത്യേകം മഹത്വമുള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തു ദുഹാൻ. നമുക്കറിയാം വിശുദ്ധമായ ഖുർആനിൽ ഏകദേശം ഒരു 3 പേജൊക്കെ ഉള്ള ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ. പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് സൂറത്തു ദുഹാൻ, പറ്റുന്നവർ ആ സൂറത്തു ദുഹാൻ കൂടി പ്രത്യേകം ഓതണം. മാക്സിമം എല്ലാവരും ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ് സൂറത്ത്? സൂറത്തു ദുഹാൻ. അപ്പോൾ ഈ 3 യാസീൻ ഓതി കഴിഞ്ഞാൽ ഒരാൾ സൂറത്തു ദുഹാൻ കൂടി ഓതുക. ഇനി സൂറത്തു ദുഹാൻ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആർത്തവത്തിലോ നിഫാസിലോ കഴിഞ്ഞു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ മുസ്ഹഫ് പാരായണം ചെയ്യപ്പെടാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനെയാകുമ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്കും അതുപോലെ ബാക്കി എല്ലാ ആളുകൾക്കും ശേഷം പറയുന്ന ദിക്ർ പറയാം. അവർ ഈ സമയത്ത് നിങ്ങൾക്കറിയുന്ന ദിക്റുകളും സലാത്തുകളും അധികമായിട്ട് ചൊല്ലാം. എന്നാൽ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്നുള്ള ഈ ദിക്ർ നമ്മൾ ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും എല്ലാവരും ചൊല്ലുക. അത് അശുദ്ധി സമയങ്ങളിൽ കഴിഞ്ഞു പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മളെല്ലാവരും ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ഈ ബറാഅത്തിന്റെ രാവ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു പൊറുത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മറ്റൊന്ന്, നമ്മുടെ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, അതുപോലെ അയൽപ്പക്കങ്ങളുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കുടുംബബന്ധമൊക്കെ മുറിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ വലിയ നഷ്ടമായി നമുക്ക് മാറും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഈ ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് പൊറുക്കലിന് ചോദിക്കുകയും സലാത്തുകൾ അധികരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഏതായാലും ഇത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആവസ്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും.